വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് 3 മുന്നണികളും. പദ്ധതിയുടെ തുടക്കം EK നായനാർ സർക്കാരിന്റെ കാലത്തെന്നാണ് ദേശാഭിമാനിയിലെ എഡിറ്റോറിയലിൽ പറയുന്നത്. പദ്ധതിക്കെതിരെ നിന്നവരാണ് കോൺഗ്രസും BJPയും എന്നും ആരോപിച്ച് വിഴിഞ്ഞം LDFന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരണമൊന്ന് കേൾക്കാം. ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എന്നെ അതല്ല ഞാൻ പറഞ്ഞത്. ക്ഷണിച്ചിട്ടില്ല. ഞാൻ പങ്കെടുക്കാൻ തീരുമാനം. നാളെ എന്തായാലും പങ്കെടുക്കും. എവിടെ പോയി ഇരിക്കാൻ ചാൻസ് കിട്ടിയാലും അവിടെ പോയി ഇരുന്നിട്ട് പങ്കെടുക്കും. ആ പരിപാടി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാലത്ത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി കൂടിയാണ്. പ്രതിപക്ഷ നേതാവിനൊന്നും അപമാനിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവിനെല്ലാം ശരിക്കും വിളിക്കുക ചെയ്ത് കേന്ദ്ര മന്ത്രിയുടെ ഓഫീസിലാണ് കൊടുത്തത്. അവരാണ് തീരുമാനിച്ചത് ആളെ. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ വരുന്നത്. എന്താ ഞങ്ങളാരും വരാത്തത്? ഉമ്മൻചാണ്ടിക്ക് നന്ദി അറിയിച്ച് വിഴിഞ്ഞത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്ററുകൾ പതിച്ചു. UDF സർക്കാർ അദാനിയുമായി കരാർ ഒപ്പിട്ടപ്പോൾ 6000 കോടിയുടെ അഴിമതിയാണെന്ന് പറഞ്ഞെതിരെ നിന്നത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ക്ഷണിക്കാത്തതിൽ പരിഭവമില്ലെന്നും ക്രെഡിറ്റ് എടുത്ത് മുഖ്യമന്ത്രി എട്ടുകാലി മമ്മൂഞ്ഞാകാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. കേൾക്കാം. കല്ലിട്ടപ്പോൾ പറഞ്ഞത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ്. 9 കൊല്ലമായിട്ട് ഭരിച്ചിട്ട് അന്നാ പിന്നെ ഒരു അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തെങ്കിലും പറയരുതില്ലേ? അവർ തന്നെ വെച്ചല്ലോ CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്താ? ക്ലീൻ ചിറ്റാണ് ആ മനുഷ്യൻ ചെയ്തതിന് മുഴുവൻ. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ചൊരു വാക്കുപോലും പറയാതെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അടുത്തുള്ള വീട്ടിലെ കാര്യത്തിൻ്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. കേന്ദ്രമാണ് പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് അവകാശപ്പെട്ട ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് BJPയും ശ്രമിക്കുന്നത്. മോദിക്ക് നന്ദി പറഞ്ഞ് BJPയും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, നാളെ എന്തായാലും പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ ക്രെഡിറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് 3 മുന്നണികളും അവകാശവാദവുമായി രംഗത്തുണ്ട് താനും. നാളെ എങ്ങനെയായിരിക്കും ചടങ്ങുകൾ നടക്കുക? നാളെ അവിടെ പങ്കെടുക്കുന്ന പ്രതിപക്ഷ MLAയും MPയും ഒക്കെ ഇക്കാര്യം സൂചിപ്പിക്കാൻ സാധ്യതയും. അരുൺകുമാർ, വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു ഘട്ടം മുതൽ തന്നെ വലിയ രീതിയിൽ അതിൻ്റെ അവകാശവാദങ്ങൾ 3 മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതുവരെ അത് LDFും UDFും മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ NDA കൂടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മുഖ്യമന്ത്രി ആയിരുന്ന EK നായനാരുടെ ആ കാലഘട്ടം മുതൽ തന്നെ ചർച്ചയ്ക്ക് തുടക്കമായിരുന്നു. പിന്നീട് K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തുറമുഖ മന്ത്രിയായി MV രാഘവൻ ഉള്ളപ്പോഴാണ് ഈ ചർച്ചയ്ക്ക് വേഗം കൂടിയത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ AK ആന്റണി സർക്കാരിൻ്റെ കാലത്തും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുമൊക്കെ അതിവേഗത്തിൽ പദ്ധതിയുടെ അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നൊരു സാഹചര്യം, അങ്ങനെ തറക്കല്ലിലേക്ക് എത്തുന്നതും അത് UDFിൻ്റെ കാലഘട്ടത്തിൽ. ആ തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലഘട്ടം, LDF സർക്കാരിൻ്റെ കാലഘട്ടം. അങ്ങനെ എല്ലാ മുന്നണികൾക്കും UDFിനും LDFിനും ഒക്കെ അതിൽ അവകാശപ്പെടാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു വിവാദത്തിന് വഴിയൊരുങ്ങുന്നത് ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായും വിസ്മരിച്ചു എന്ന ആക്ഷേപത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞം തുറമുഖത്തിന് ഇടണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചതാണ്. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. അന്നു മുതൽ തന്നെ അങ്ങനെ ഒരു ആവശ്യം ശക്തമായി ഉയർത്തുന്നു. അതിനിടയിലാണ് ഈ കമ്മീഷൻ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ക്ഷണിച്ചതിനുള്ള ആക്ഷേപം ഉയർന്നത്. അത് കേന്ദ്രമാണ് അത്തരം അതിഥികൾ ക്ഷണിക്കുന്നത്, അതിൻ്റെ കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്ത് കേന്ദ്ര സർക്കാരാണെന്ന് വിശദീകരണം നൽകിയെങ്കിലും അത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. മാത്രവുമല്ല, നാളത്തെ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിട്ടുനിൽക്കുന്നു. മറ്റ് പ്രതിപക്ഷ ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നാളെ ഈ മണ്ഡലത്തിൻ്റെ, വിഴിഞ്ഞം തുറമുഖം ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൻ്റെ MLA വിൻസെൻ്റ് രാവിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അവിടെ പുഷ്പാർച്ചന നടത്തിയാണ് ഇങ്ങ് തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേരുക. രാവിലെ മുതൽ തന്നെ ആ ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം, ഈ തുറമുഖത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യമുള്ള പങ്കാളിത്തം ചർച്ചയാക്കാനുള്ള ലക്ഷ്യമിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. അതിന് പിന്നാലെ 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും നാളെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കും. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് അവകാശപ്പെട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും അനുസ്മരിക്കുന്നു. ആ പരിപാടിയുടെ നേതൃത്വം പ്രധാന നേതാക്കൾ തന്നെയാണ്. അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തുണ്ട്. താങ്ക് യു റോഷി. നാളെ എന്തായാലും കേരളത്തിന്റെ സ്വപ്ന പദ്ധതി തീരമണിയുകയാണ്, രാജ്യത്തിന് സമർപ്പിക്കപ്പെടുകയാണ്.